പ്രിയ ഉദ്യോഗാർത്ഥികളെ, നിങ്ങളേവരും പ്രതീക്ഷിച്ചിരുന്ന IBPSൻ്റെ പൊതുമേഖലാ ബാങ്കുകൾക്കായുള്ള ക്ലറിക്കൽ റിക്രൂട്ട്മെൻറ്റ് അനൗൺസ്മെൻറ്റ് വന്നിരിക്കുന്നു. 12 പൊതുമേഖലാ ബാങ്കുകളിലേക്കുള്ള 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള വേക്കൻസികളാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വിശദ വിവരങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള സമയം ഇന്നു മുതൽ ജൂലൈ 1, 2024 ഇന്നു മുതൽ 21/7/2024 ജൂലൈ 21-ാം തീയതി വരെയാണ്. അതായത് 20 ദിവസത്തേക്ക് നിങ്ങൾക്ക് ഈ പരീക്ഷകൾക്ക് അപ്ലൈ ചെയ്യാം. ഇന്നുൾപ്പെടെ 21 ദിവസം. എത്രയും പെട്ടെന്ന് ആപ്ലിക്കേഷൻ സമർപ്പിക്കുക. അതാണ് ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയാറുള്ളത്. അവസാന നിമിഷം വരെ വെയിറ്റ് ചെയ്യരുത്. എത്രയും പെട്ടെന്ന് അപേക്ഷ സമർപ്പിക്കുക എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാർ. ഓൺലൈൻ പ്രിലിമിനറി എക്സാമിനേഷൻ, ഒരു പ്രിലിമിനറി ഉണ്ടാകും, മെയിൻസ് ഉണ്ടാകും, ഇൻ്റർവ്യൂ ഇല്ല. പ്രിലിമിനറി എന്നതൊരു എലിമിനേഷൻ ടെസ്റ്റാണ്. മെയിൻസ് എന്നത് സിലക്ഷൻ ടെസ്റ്റാണ്. ഈ സിലക്ഷൻ ടെസ്റ്റിന് സഫീഷ്യൻറ്റ് മാർക്ക് വാങ്ങിച്ച് പാസ്സാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കും. 2025 ഏപ്രിൽ മാസത്തിൽ നിങ്ങൾക്ക് ബാങ്ക് ഉദ്യോഗസ്ഥരാകാം. ഓഗസ്റ്റ് മാസം 2024 പ്രിലിമിനറി പരീക്ഷ നടക്കാൻ പോകുന്നത്. ഓഗസ്റ്റ് മാസം അവസാനമാണ് ഞാൻ പരീക്ഷ പ്രതീക്ഷിക്കുന്നത്. മെയിൻസ് പരീക്ഷ നടക്കാൻ പോകുന്നത് ഒക്ടോബർ മാസത്തിലാണ്. 2024 ഒക്ടോബർ. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ജൂലൈ 1-നാണ്. അപ്പോൾ ജൂലൈ ഫുൾ, ഓഗസ്റ്റ് 2 മാസം പ്രിലിമിനറി കിട്ടും. സെപ്റ്റംബർ, ഒക്ടോബർ. അപ്പോൾ ഏതാണ്ട് 3.5 മാസത്തിൽ കൂടുതൽ, 4 മാസത്തോളം നിങ്ങൾക്ക് മെയിൻസിന് കിട്ടും. ദാറ്റ് ഈസ് സഫീഷ്യൻ്റ്ലി ഇനഫ്. അത് നിങ്ങൾക്ക് തീർച്ചയായും അത്രയും മതിയാകും നന്നായി പഠിക്കുന്ന ഒരാൾക്ക്. കേരളത്തിൽ 106 വേക്കൻസി, തമിഴ്നാട്ടിൽ 665 വേക്കൻസി, കർണാടകത്തിൽ 457 വേക്കൻസി. ഇതാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കുക, കേരളത്തിൽ 106 വേക്കൻസി എന്ന് പറയുന്നെങ്കിലും അതൊന്നും ആയിരിക്കില്ല വേക്കൻസി. നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ വിവിധ ബാങ്കുകളിൽ പലതിനും NR എന്നിട്ടിട്ടുണ്ടാകും. നോട്ട് റിപ്പോർട്ടഡ്. അതായത് വളരെ കുറച്ച് ബാങ്കുകൾ മാത്രമേ ഇതിനകത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അത് പ്രകാരമുള്ള വേക്കൻസിയാണ് 106. ഇൻ ഡ്യൂ കോഴ്സ് ഈ വരുന്ന കാലയളവിൽ മറ്റു ബാങ്കുകളും കൂടെ വേക്കൻസി റിപ്പോർട്ട് ചെയ്യും. ഞാൻ ഈ അടുത്ത സമയത്ത് പത്രത്തിൽ വായിച്ചൊരു കാര്യമുണ്ട്. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, അവർക്ക് കേരളത്തിൽ ബ്രാഞ്ചുകൾ വളരെ കുറവാണ്. അവർ വലിയൊരു എക്സ്പാൻഷൻ പ്ലാനിന് പോവുകയാണ് കേരളത്തിൽ. സ്വാഭാവികമായിട്ടും അവരൊക്കെ ഇനി റിപ്പോർട്ട് ചെയ്യുമ്പോൾ കൂടുതൽ വേക്കൻസി അവർ റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ നല്ലൊരു വേക്കൻസി കേരളത്തിൽ പ്രതീക്ഷിക്കാം. ഇപ്പോഴത്തെ ഈ 106 വേക്കൻസി കണ്ട് ഡിജക്റ്റഡ് ആകരുത്. ഇനി പരീക്ഷയുടെ എലിജിബിലിറ്റിയെക്കുറിച്ച് സംസാരിക്കാം. പരീക്ഷയുടെ എലിജിബിലിറ്റി ഏജ് എന്ന് പറയുന്നത് 20 വയസ്സ് മിനിമം, 28 വയസ്സ് മാക്സിമം ആസ് ഓൺ ടുഡേ. ജൂലൈ 1, 2024 20 വയസ്സ് പൂർത്തിയായിരിക്കണം. ജൂലൈ 1, 2024 28 വയസ്സ് കടക്കാനും പാടില്ല. അങ്ങനെയുള്ള എല്ലാവരും എലിജിബിളാണ്. പിന്നെ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള റിലാക്സേഷനുണ്ട്. ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബിന് 5 വർഷത്തെ റിലാക്സേഷനുണ്ട്. അതർ ബാക്ക്വേർഡ് ക്ലാസ്സസിന് 3 വർഷത്തെ റിലാക്സേഷനുണ്ട്. പിന്നെ എക്സ് സർവീസുകാർക്ക് ഏജ് റിലാക്സേഷനുണ്ട്. വിശദമായ ഏജ് റിലാക്സേഷൻ ഡീറ്റെയിൽസിനായിട്ട് IBPS.in സമീപിക്കുക. നിങ്ങൾക്ക് വിശദമായി മനസ്സിലാകും. എനി ഗ്രാജുവേറ്റ് ക്യാൻ അപ്ലൈ ഫോർ എ ബാങ്ക് എക്സാം. ബാങ്ക് എക്സാമിനേഷന് ഇന്ന ഗ്രാജുവേഷൻ വേണമെന്നില്ല. നിങ്ങൾ ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയുടെ ഗ്രാജുവേറ്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒരു പ്രിലിമിനറി എക്സാമിനേഷനും ഒരു മെയിൻസ് എക്സാമിനേഷനും ഉണ്ടെന്ന് പറഞ്ഞു. പ്രിലിംസ് എക്സാം ഒബ്ജക്റ്റീവാണ്, മെയിൻസും ഒബ്ജക്റ്റീവാണ്. രണ്ടും കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് 30 ചോദ്യം 30 മാർക്ക്, ന്യൂമറിക്കൽ എബിലിറ്റി 35 ചോദ്യം 30 മാർക്ക്, റീസണിങ് എബിലിറ്റി 35 ചോദ്യം 35 മാർക്ക്. അപ്പോൾ ഇംഗ്ലീഷ് 30, ന്യൂമറിക്കൽ എബിലിറ്റി 35, റീസണിങ് എബിലിറ്റി 35, അതായത് 100 ചോദ്യം 100 മാർക്ക്. ഓരോ സെക്ഷനും സെപ്പറേറ്റ്ലി ടൈംഡ് ആയിരിക്കും. 20 മിനിറ്റ് വെച്ച് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ 100 ചോദ്യം 60 മിനിറ്റ് 100 മാർക്ക്. ഇതിൽ നിങ്ങൾ സഫീഷ്യൻ്റ്ലി സ്കോർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ മെയിൻസ് പരീക്ഷയ്ക്ക് വിളിക്കും. ഈ മെയിൻസ് പരീക്ഷയ്ക്ക് നിങ്ങൾ വിജയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോബ് കാർഡ് കിട്ടി. മെയിൻസിന് പരീക്ഷ ഒരല്പം വ്യത്യസ്തമാണ്. ജനറൽ അവയർനെസ് 50 ചോദ്യം 50 മാർക്ക്, ഇംഗ്ലീഷ് 40 ചോദ്യം 40 മാർക്ക്, റീസണിങ് എബിലിറ്റി ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് 50 ചോദ്യം 60 മാർക്ക്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 50 ചോദ്യം 50 മാർക്ക്. അങ്ങനെ 190 ചോദ്യങ്ങൾക്ക് 200 മാർക്കാണ്. ഇതിനും സെക്ഷണൽ കട്ട് ഓഫ് ഉണ്ട്.
35 മിനിറ്റ് ജനറൽ അവയർനെസ്, 35 മിനിറ്റ് ഇംഗ്ലീഷ്, റീസണിങ് കമ്പ്യൂട്ടർ എബിലിറ്റി 45 മിനിറ്റ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 45 മിനിറ്റ്. അപ്പോൾ 190 ചോദ്യങ്ങൾ, 200 മാർക്ക്, 160 മിനിറ്റ്. ഇതാണ് പരീക്ഷ. ഇനി ഇൻ്റർവ്യൂ ഇല്ല. ഇതിന് സഫീഷ്യൻറ്റ് സ്കോർ ചെയ്ത് നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ വരികയാണെങ്കിൽ നിങ്ങൾ ജോലി ഉറപ്പാക്കി. അതികഠിനമായി വർക്ക് ചെയ്യുക. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ബാങ്ക് പരീക്ഷകൾക്ക് കുട്ടികൾ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ കാരണം എന്നാണ് പരീക്ഷ നടക്കാൻ പോകുന്നത്, എത്ര വേക്കൻസിക്കാണ് നടക്കാൻ പോകുന്നത്, എന്ന് നിങ്ങൾക്ക് ജോബ് കാർഡ് കിട്ടും എന്നെല്ലാം സുനിശ്ചിതമാണ്. സോ വർക്ക് ഹാർഡ്, ഷൂട്ട് യുവർ ആപ്ലിക്കേഷൻ ആസ് സൂൺ ആസ് പോസിബിൾ. എത്രയും പെട്ടെന്ന് അപേക്ഷ സമർപ്പിക്കുക, നന്നായി പഠിച്ചു തുടങ്ങുക, വിജയം ഉറപ്പുവരുത്തുക. നല്ലത് വരട്ടെ.